കിച്ചുവിന് എത്ര വയസ്സായി? 20. കിച്ചു എത്ര കല്യാണക്കാരി എന്തെങ്കിലും പറയാറുണ്ടോ കിച്ചു? അവന്റെ ഇഷ്ടം നടത്തി കൊടുക്കും. എപ്പോഴാണോ അവനൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് എന്റെ അടുത്ത് പറയുന്നത്, ആ ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം, സന്തോഷം. അവൻ അങ്ങനെ എന്തെങ്കിലും പ്രണയം ഉണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു തുറന്നു പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്റെ അടുത്ത് വന്ന ഞാൻ അവന്റെ 20 വയസ്സായില്ലേ? എല്ലാ അമ്മമാരുമായിട്ടൊന്നും ആമ്പിള്ളാരൊന്നും ഫ്രണ്ട്ലി ഒന്നും ആയിട്ട് ഇതൊന്നും ഇങ്ങനത്തെ ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷെ എനിക്കൊരു പ്രണയമുണ്ട് അമ്മ എന്നൊന്നും അങ്ങനൊന്നും പറയത്തില്ല എല്ലാവരും. അല്ലേ, എല്ലാവരും ഒന്നും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. അവനിപ്പോ പഠിക്കുന്ന കുട്ടിയില്ല, അവൻ പഠിക്കട്ടെ, പഠിക്കുന്ന സമയത്ത് പഠിക്കട്ടെ. ഏജ്ഡ് ആകുമ്പോ അല്ലെങ്കിൽ പ്രായമാകുമ്പോ അവന് വേണ്ടപ്പെട്ടവരുണ്ടല്ലോ. ഞങ്ങൾ അമ്മയായിട്ടുണ്ട്, അവന്റെ അച്ഛന്റെ വീട്ടുകാരുണ്ട്, അവര് ആ സമയമാകുമ്പോൾ നടത്തി കൊടുക്കും. അത്രേ ഉള്ളൂ. നമ്മളിപ്പോഴേ തല പുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല. അത്ര ഫ്രണ്ട്ലി ആണോ? കാര്യങ്ങൾ തുറന്നു പറയും? അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തുറന്നു പറയും. തീർച്ചയായിട്ടും തുറന്നു പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനോടും പറയാം, അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടും പറയാം. ഞങ്ങൾ അത്ര ഫ്രണ്ട്ലിയാണ്. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അത്ര ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അത് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. അത് ഇപ്പോഴൊന്നല്ല, നേരത്തെ തൊട്ടേ അങ്ങനെയാണ്. നല്ല കൂട്ടാണ് ഞങ്ങൾ. പക്ഷെ അതിപ്പോ മീഡിയക്കാരുടെ മുന്നിലോ ക്യാമറയ്ക്ക് മുന്നിലോ കാണിക്കുന്നില്ല. അത് അന്ന് രേണു കാർ എടുത്ത സമയത്താണെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല കൂട്ടുകാരാണ്. ഞാനും എന്റെ കിച്ചു നല്ല കൂട്ടുകാരൻ. ഞാനും അവനും 14 വയസ്സിന് ഡിഫറൻറ്റ്. 13-14 വയസ്സ്. അവൻ അന്ന് എന്നെ അമ്മാന്ന് വിളിച്ചത് ഇന്നും അമ്മാന്ന്. അന്ന് അവന് 11 വയസ്സായിരുന്നു എന്നെ സൂചിച്ചേട്ടൻ കിട്ടുന്നത്. അപ്പൊ ആ അമ്മാന്ന് അന്ന് വിളിച്ചതാണ്. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആദ്യം ചേച്ചിന്ന് വിളിച്ച്, ചേച്ചി സൂചിച്ചേട്ടൻ പറയണ, ഇത് എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമാണ്, ഈ പെണ്ണെ അമ്മയായിട്ട് സ്വീകരിക്കുമോ, കെട്ടിക്കോട്ടെ എന്ന് വെച്ചോ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ഛനും മോനും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അവൻ പറഞ്ഞതാ, അച്ഛന് ഇഷ്ടമാണ്, എന്നോട് പറഞ്ഞാൽ പോരെ, ഇത് എന്റെ അമ്മ ആയിക്കോട്ടെ, അമ്മ ആയിക്കോളാൻ. അന്ന് മുതൽ അവൻ എന്നെ അമ്മാന്ന് വിളിച്ചതാണ്. ഇപ്പം അമ്മയും മോനും തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞ് വഴക്കുണ്ടെങ്കിലും അമ്മ എന്നെ വിളിച്ചിട്ടുള്ളത് അമ്മ. അല്ലാതെ കെട്ടുന്നതിന് മുന്നെയാണോ അങ്ങനെ ഒരു സംഭവം? സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോ സുധിച്ചേട്ടനെയും കിച്ചുവിനെ ഞാൻ ഒരുമിച്ചാണ് ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. 2016 ആ ഒരു ലാസ്റ്റ് 2017 ജനുവരി ഫെബ്രുവരിയിലാണ് ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. അപ്പം അന്നേരത്തന്നെ സംഭവിച്ചാണ്, ഇത് പറഞ്ഞാണ്. ചേച്ചി വിളിച്ചു? ആണ് ചേച്ചിന്ന് വിളിച്ചിട്ടുള്ളത്. നേരിട്ട് കണ്ട ആദ്യം ഒരു പ്രാവശ്യം ചേച്ചിന്ന് വിളിച്ചു. പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അമ്മയെന്ന് വിളിച്ചു. പിന്നെ ഇന്ന് വരെ എന്നെ അമ്മ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഇന്ന് വരെ രേണുഅമ്മാന്ന് ഹൃദപ്പം മേനു എന്ന് വിളിക്കും. മേനു ഹൃദപ്പം പോലും അമ്മയെന്ന് അധികം വിളിക്കുന്നത്. അല്ലെ മേണു അല്ലെ രേണു. മേണു എന്നാണ് വിളിക്കുന്നത്. പക്ഷെ കിച്ചു എന്നെ അമ്മ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. രേണുവിന്റെ ഫ്രണ്ടാണല്ലോ ജാസിയുടെ സർജറി ഒക്കെ ഉണ്ടായിരുന്നു, അറിഞ്ഞോ? ഒരുപാട് വിമർശനങ്ങളൊക്കെ കേൾക്കുന്നു ഈ പറഞ്ഞ പോലെ. എന്താ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറെ ആൾക്കാർ ഇങ്ങനെ വിമർശിക്കുന്നില്ലേ, ഒരുതരം ആൾക്കാർ. അതുപോലെ ജാസി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഉള്ളിലെ ആ ഒരു എന്താ പറയാ, ആ ഒരു സ്ത്രീത്വത്തെ അവർ കണ്ടെത്തു അല്ലേ, അങ്ങനെയാണ്. ഇപ്പം അതിനിപ്പം നെഗറ്റീവ് പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് അവൾ എൻ്റെ ഫ്രണ്ടാണ്, നല്ല കൂട്ടുകാരിയാണ്. അപ്പം എനിക്ക് അവളുടെ അടുത്ത് സപ്പോർട്ടേ ഉള്ളൂ. എനിക്ക് എന്തായാലും സപ്പോർട്ടേ. ഞാൻ ഇത് ചെയ്യണതിന്റെ മുന്നേ ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരെ പറ്റിച്ചു അറിയുന്നപ്പോൾ അവിടെ വെച്ച് അറിയുന്നത്. ഏതാ നമ്മുടെ തൃപ്രയാർ വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്, ഞാൻ അറിയുന്നത്. അപ്പം ഞാനോർത്ത് തമാശ പറയുന്നതായിരിക്കുന്നത്. ഞാൻ ചിരിച്ചു, അത്രേ ഉള്ളൂ. അല്ല അതിനെപ്പറ്റി അതിന് മുന്നേ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിങ്ങനെ നുണ പറഞ്ഞ സമയത്ത് ഞാനും ജാസി അങ്ങനെ അധികം ഫോണിലൊന്നും സംസാരിക്കത്തില്ല. എൻ്റെ മാനേജർ കരിഷ്മയുടെ കൂട്ടുകാരിയാണ്, അങ്ങനെയാണ് കോൺടാക്ട് ഉള്ളത്. അപ്പം ജാസിക്ക് എന്നോട് നല്ല സ്നേഹമാണ്, എനിക്ക് അവളോടും നല്ല സ്നേഹമാണ്. ഫോൺ വിളിക്കാറുണ്ട് വല്ലപ്പോഴും. കഴിഞ്ഞിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഒരു രാത്രി വിളിച്ചിട്ട് ഒന്ന് അത്യാവശ്യം ഫോൺ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ഷൂട്ടിലാണ്, തിരക്കാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി. അപ്പം നല്ല സ്നേഹം കേട്ടോ, വോയിസ് അയച്ച്, ചേച്ചി ഞാൻ സുധിച്ചേട്ടൻ്റെ സ്വപ്നം കണ്ടു, അതൊന്ന് പറയാൻ വിളിച്ചാണ്. ജാസി സ്വപ്നം കണ്ടു സുധിച്ചേട്ടനെ? അത് പറയാൻ വിളിച്ചാണ്. ഈ ജാസി ഞാൻ പ്രഗ്നന്റ് ആണ്, ഗർഭിണിയാണ്, ഞാൻ പറഞ്ഞു, ഞാൻ അത് അറിഞ്ഞിട്ടില്ല. അല്ല അങ്ങനെ നുണ പറഞ്ഞു, കള്ളം പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ആളുകൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാലോ. അത് നടക്കാത്ത കാര്യമാണെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നത്? എന്തെങ്കിലും എന്താ പറയുക, ഞാൻ ആ പോസ്റ്റ് കണ്ടില്ല, ദൈവസത്യങ്ങൾ. അന്ന് അവിടെ വെച്ച് തൃപ്രയാർ വെച്ച് പറഞ്ഞപ്പോഴാണ് ഞാനും ഞെട്ടിപ്പോയത്. അത് ഞാൻ കേട്ടില്ല. ഞാൻ അന്നാണ് തൃപ്രയാർ വെച്ചാണ് ഞാനിങ്ങനെ ഞെട്ടിയിട്ട്. അപ്പൊ ഞാൻ തമാശ പറയായിരിക്കുന്നു. അതെ. ഈ സർജറി ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടുകാരിയാണല്ലോ, സർജറി ചെയ്യുന്നതിന് തലേന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും
കരീഷ്മ വഴി ഞാൻ കോണ്ടാക്ട് എനിക്കെല്ലാം അറിയാമായിരുന്നു. ഞാൻ ജാസിയെ നേരിട്ട് വിളിച്ചില്ല. കരീഷ്മ ചെന്നിട്ട് ഫോൺ കൊടുത്ത് സംസാരിച്ചു, എടി മോളെ ഇവൻ ഓക്കെ ആണോ, ഓക്കെ ആണെന്ന് പറഞ്ഞു. അത്രയും സംസാരിച്ചല്ല. ഞാൻ ഒരു 2 സെക്കൻഡിലോ 3 സെക്കൻഡിലോ കൂടെ ആരോട് ഫോണിൽ അധികം സംസാരിക്കാറില്ല. ഞാൻ അതിപ്പോൾ എത്ര ഫ്രണ്ട്സ് ആണേലും 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കാറില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം. അവര് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ടാർഗറ്റ് ചെയ്ത് ഇപ്പൊ ഉണ്ടായേക്കാളും കൂടുതൽ രീതിയിൽ അവര് ഇതാവുന്നു. പക്ഷെ അവരാണെങ്കിലും ഇങ്ങനെ വീഡിയോ കുറെ ചെയ്തോണ്ടിരിക്കുന്നു. അത് അവരുടെ ഇഷ്ടമല്ല. ഞാൻ അതിനകത്ത് ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യരുത് അല്ലെങ്കിൽ വീഡിയോയുടെ എണ്ണം കുറയ്ക്കാൻ പറഞ്ഞു. ഇപ്പൊ അവര് പറഞ്ഞാൽ ഞാൻ കേൾക്കുവോ, മറ്റുള്ളവർ പറഞ്ഞാൽ ഞാൻ കേൾക്കുവോ? പറഞ്ഞ മേളിൽ സർജറി ചെയ്ത് ആണാവില്ല, അല്ല പെണ്ണാവില്ല, താഴെ കൂടെ സർജറി ചെയ്യണം, താഴെ അങ്ങനെയല്ല ഇങ്ങനെയല്ല പറയുന്നത് ആളുകൾ. ഫേക്ക് ഐഡികളല്ലേ പറയുന്നത്. എന്നെ പറ്റി എന്തൊക്കെ പറയുന്നു, അങ്ങനെ കരുതിയാൽ മതി. ജാസിയോട് എനിക്ക് അതേ പറഞ്ഞു. ജാസിക്കും അറിയാമായിരിക്കുമല്ലോ. നെഗറ്റീവ് കമന്റ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. മൈൻഡ് ചെയ്തിട്ട് നമ്മൾ അത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക. അതേ എനിക്ക് പറയാം. ഈ ജാസി ആഷി തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെ? ഭയങ്കര എനിക്ക് അവരെ അങ്ങനെ ബോണ്ടും കാര്യങ്ങളും എനിക്കതൊന്നും അറിയില്ല. അവർ ഒരുമിച്ച് ഞാൻ കാണുമ്പോൾ അല്ല, ഒരുമിച്ച് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവരെ പറ്റി അതിന്റെ ബോണ്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അത് പറയാനുള്ള ആളല്ല ഞാൻ. മനസ്സിലായോ? എനിക്കിപ്പം 2 വർഷം എൻ്റെ പാർട്ട്ണർ നഷ്ടപ്പെട്ടിട്ട്. അപ്പം അവര് പാർട്ട്നേഴ്സാണ്. അപ്പൊ അവരെ പറ്റി കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ആളൊന്നും അല്ല ഞാൻ. പിന്നെ സ്നേഹത്തിലാണ് നല്ല കാര്യം, സന്തോഷമല്ലേ. 2 പേര് സ്നേഹത്തിലായിരിക്കുന്നതും കുടുംബജീവിതം ഒരുമിച്ച് പോകുന്നത് നല്ല സന്തോഷമായിട്ടുള്ള കാര്യമല്ലേ. പിന്നെ നമ്മൾ എന്താ പറയാനാ, സന്തോഷം. ഈ സുധിച്ചേട്ടനും ശ്രീനിവാസൻ ചേട്ടനും തമ്മിൽ കൂട്ടായിരുന്നോ? അയ്യോ, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇല്ല, അങ്ങനൊന്നും എന്റെ ഓർമ്മയൊന്നും ഇല്ല, എനിക്കറിയില്ല. ഈ ധ്യാൻ ശ്രീനിവാസന്റെ കരച്ചിലും ഒക്കെ കുറെ ഈ പറഞ്ഞ പോലെ കുറെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. കണ്ടു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനത് സ്ക്രോൾ ചെയ്തു. കാരണം അങ്ങനെ ആ ധ്യാന്റെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് എന്റെ മക്കളെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അവർ 2 പേരും ആയിരുന്ന കരഞ്ഞപ്പം എനിക്ക് കിച്ചുവിനെ ഋതപ്പനെ മാത്രമാണ് ഓർമ്മ വന്നത്. വേറെ ആരെയും എനിക്ക് ഓർമ്മ വന്നിട്ടില്ലായിരുന്നു. അത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഞാൻ സ്ക്രോൾ ചെയ്ത് വിട്ടു. അന്നേരം എന്നാലും ഈ പറഞ്ഞ സഹിക്കുന്നില്ലായിരുന്നു. ധ്യാനിന്റെ ബർത്ത്ഡേ അന്നാണ് ശ്രീനിവാസൻ ചേട്ടൻ. ഇനിയിപ്പോ ധ്യാൻ അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അച്ഛൻ പോയ ദിവസമല്ലേ അല്ലേ, ഒരിക്കലും ആഘോഷിക്കാൻ പറ്റൂല. പക്ഷെ അതൊക്കെ ഈ മീഡിയാസ് സാറ്റലൈറ്റ് ചാനൽ ഉൾപ്പെടെ ഇതൊക്കെ എടുത്ത് ന്യൂസ് ആക്കിയ സമയത്ത് ആളുകൾ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നു ആ കാര്യത്തെയും. ഒരാൾക്ക് പ്രൈവസി കൊടുക്കുന്നത് വിമർശിക്കുന്നത് എന്തിനാ നമ്മൾ അത് തലയിടുന്നത്? ആളുകൾ എന്തായാലും വിമർശിക്കും. ഇപ്പൊ ഇതിന്റെ അടിയിലും വന്ന് കമന്റ് വരത്തില്ലേ, എന്തായാലും വിമർശിക്കും. അല്ല, അങ്ങനെ ഈ മരണ വീട്ടിലുള്ള കവർ ചെയ്യുന്നതും അത് ജനങ്ങളെ കാണിക്കുന്നതൊക്കെ തെറ്റായി തോന്നുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പം ഈ കവർ ചെയ്തുകൊണ്ടാണ് നമ്മളെപ്പോലുള്ളവർ ഇപ്പം കാണുന്നത്. നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എത്തിപ്പെടാൻ, അദ്ദേഹത്തെ അവസാനമായിട്ടൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് സാധിച്ചില്ലാത്തപ്പോൾ നമ്മൾ മീഡിയ കൂടെ അല്ലേ കാണുന്നത്. അത് ഞാൻ തെറ്റാണെന്ന് ഒരിക്കലും പറയത്തില്ല. പിന്നെ അധികമായാൽ അമൃതം വിഷമാണല്ലോ. ഒന്നും അധികമാകരുത്. അതേ എനിക്കതേ പറയുള്ളൂ. ഒരു കാര്യം, അന്ന് സുധിച്ചേട്ടന്റെ ഈ വിയോഗത്തിന്റെ സമയത്തും കുറെ ആളുകൾ വന്ന് ഫോട്ടോ വീഡിയോ എടുത്തിരുന്നു. കുറെ പറഞ്ഞ പോലെ വൈറലായിട്ട് മാത്രമല്ല, അന്ന് തൊട്ട് ഇങ്ങോട്ടെന്ന് പറയണം. ഓക്കെ, അന്ന് തൊട്ട് ഇങ്ങോട്ടെന്ന് പറയാം. അതൊക്കെ രേണുവിന് പേഴ്സണലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഞാനത് എപ്പോഴും പറയാറുണ്ടല്ലോ. പേഴ്സണലി അധികം അങ്ങനെ ബുദ്ധിമുട്ട് വേറൊന്നും അല്ല ഉണ്ടാക്കിയിട്ടില്ല. കാരണം നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അപ്പം അവര് നിങ്ങളിലൂടെ, നിങ്ങളെന്ന് പറഞ്ഞാൽ മീഡിയയിലൂടെയാണ് അറിയുന്നത്. അല്ലാതെ വേറെ അവർ ഈ വിശേഷം അറിയാനുള്ളവരെല്ലാം വന്ന് നമ്മുടെ വീട്ടിൽ കുത്തിയിരുന്നോ അന്വേഷിക്കാൻ പറ്റത്തില്ല അവർക്ക്. അപ്പം ഈ മീഡിയ തന്നെ മാധ്യമം വേണം ഒരു നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെ അധികമായാൽ അമൃതവും വിഷം. ഇത് മീഡിയ അല്ല, എന്തായാലും അധികമായാൽ അമൃതം വിഷമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല, ആരെയും വിട്ട് താത്തിട്ടുമില്ല. എല്ലാം നല്ലതാണ്. പക്ഷെ ഒരുപാട് ഓവറാവരുത്. ഓവറായി കഴിഞ്ഞാൽ അത് ഒരുമാതിരി നമുക്ക് വിഷമാകും.